മന്ത്രിസ്ഥാനം കിട്ടിയ സണ്ണി ജോസഫ് ഇപ്പോഴും ഫണ്ണി തന്നെയാണ്. ദേ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോ മലബാർ മേഖലയിൽ പലയിടങ്ങളിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാ കട്ട് ആരംഭിച്ചു. ഇന്ദിരാ കട്ട് ആരംഭിച്ചതിനെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ അത് പവർ കട്ട് അല്ലത്ര, നമ്മൾ അതിനൊരു പുതിയ ഓമന പേരം കിട്ടും. കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് നിയമസഭ കഴിഞ്ഞിട്ട് വൈദ്യുതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ നേരത്തെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനോട് ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. അത് അങ്ങനെയല്ല, അത് മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ടായത് ഒരു ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞു. അത് നമ്മൾ വിശകലനം ചെയ്താ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, പവർ കട്ട് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും തിളച്ചു പൊന്തലില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് വലിയ ചർച്ചാ ആവേശവും ഇല്ലല്ലോ ഇത് കേട്ടിട്ട്. ഒരു മാസം പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 വർഷം പവർ കട്ടില്ലാത്ത കേരളം, അതിനെ സംബന്ധിച്ച് ഈ നാട്ടിൽ അതികഠിന വേനൽ കടന്നു വന്ന് ഉഷ്ണതരംഗം ഉണ്ടായ സന്ദർഭത്തിൽ അതിന്റെ ഉപഭോഗം അതിപീക്കിലെത്തി. ആ സന്ദർഭങ്ങളിലുണ്ടായ വൈദ്യുതി നിയന്ത്രണം, അയ്യോ പവർ കട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ ഉറഞ്ഞു തുള്ളിയവർ. എന്തിനേറെ പറയുന്നു, KSEBയിൽ പോയി പായം വിരിച്ച് കിടക്കാൻ പോയ യൂത്തന്മാർ, MSF കാരന്മാർ, യൂത്ത് ലീഗന്മാർ ഒരുത്തനെ ഇപ്പോ വെളിയിൽ കാണാനില്ല. ഇവർക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ പവർ ഫെയിലിയർ, ഇന്ദിരാ കട്ടിനൊരു ഓമന പേര് പവർ ഫെയിലിയർ. ആ പവർ ഫെയിലിയർ ഉണ്ടായപ്പോൾ അത് അവർക്കൊരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായിരിക്കുകയാണ്. അതിനോട് എത്ര വേഗമാണ് പൊരുത്തപ്പെട്ടത് നോക്കി. ഇപ്പോ വീട്ടിൽ കുഞ്ഞുങ്ങളില്ല, പ്രായമായവരില്ല, രോഗബാധിതരില്ല. മണിക്കൂറുകൾ നീണ്ട പവർ ഫെയിലിയർ അഥവാ ഇന്ദിരാ കട്ട് നടപ്പാക്കി തുടങ്ങിയപ്പോൾ കഴിവുകേടാണെന്ന് മനസ്സിലാക്കിയ യൂത്ത് ലീഗന്മാരും യൂത്ത് കോൺഗ്രസ് എന്ന അടിമക്കാരന്മാരും വച്ച നാവെടുക്കാതിരിക്കുമ്പോഴാണ് മന്ത്രി അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഫണ്ണി മറുപടിയുമായി രംഗത്തെത്തിയത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇതുവരെ DYFIയോ മറ്റ് സംഘടനകളോ KSEB ഓഫീസിൽ കയറി യാതൊരു തരത്തിലുള്ള അലമ്പും കാണിച്ചിട്ടില്ല. കിട്ടിയ അവസരമായിരുന്നു. അവരത്ര വിവരക്കേടല്ല. എന്തായാലും പവർ കട്ടോ ഇന്ദിരാ കട്ടോ അല്ല, പവർ ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇനി കേരളത്തിൽ സകലതും ഇങ്ങനെയാണ്. അത് സിവിൽ സപ്ലൈസ് ഫെയിലിയർ ആകും, ആരോഗ്യ മേഖലയിലെ ഫെയിലിയർ ആകും, മെഡിസിൻ ഫെയിലിയർ ആകും. ഇനി പുതിയ ഫെയിലിയറുകളുടെ കാലമാണ്. അതിന് ഒരു ഉദാഹരണമായിട്ട് ചിരിക്കാൻ പോലും കഴിയാതെ മുഖം മുഴുവൻ രക്തയോട്ടം നിലച്ച അവസ്ഥയിൽ മാധ്യമങ്ങളെ ഫേവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിലും മറുപടി പറഞ്ഞിട്ട് പോകാൻ പറ്റി. കഴിഞ്ഞ കാലത്തെ താരതമ്യം ചെയ്ത് നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ ഇല്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നത് അടിമകളായതുകൊണ്ട് ഈ മറുപടിയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തടി കൈച്ചലാക്കാതെ അവിടെ നിന്ന് പോകാൻ പറ്റി. നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് നോക്കണേ.